ഏറ്റവും പുതിയ മഴ മുന്നറിയിപ്പിലേക്കാണ് ഇനി പോകുന്നത്. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ശക്തമായ മഴ തുടരും. മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. 6 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും ബാക്കി ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പുമാണ്. നാളെ കണ്ണൂർ, കാസർഗോഡ് ഒഴികെയുള്ള മുഴുവൻ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. അലക്സ് റാം മുഹമ്മദ് ഉണ്ട് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. അലക്സ്, പുതുക്കിയ മുന്നറിയിപ്പുകൾ എന്തൊക്കെയാണ്? ഉന്മേഷ, സംസ്ഥാനത്ത് തുലാവർഷം കനത്തു തന്നെ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനത്തിലുള്ളത്. അടുത്ത 5 ദിവസം സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരാനുള്ള സാധ്യത ഈ പുതുക്കിയ മുന്നറിയിപ്പിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഇന്ന് 14 ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എറണാകുളം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ 6 ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്കാണ് സാധ്യത. ബാക്കി 8 ജില്ലകളിലും ഇന്ന് ശക്തമായ മഴയ്ക്കുള്ള സാധ്യത മുന്നറിയിപ്പായ യെല്ലോ അലർട്ടാണ് നൽകിയിട്ടുള്ളത്. കണ്ണൂർ, കാസർഗോഡ് ഒഴികെയുള്ള 12 ജില്ലകളിൽ നാളെ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതിൽ എറണാകുളം, ഇടുക്കി ജില്ലകളിൽ നാളെയും ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തൊട്ടടുത്ത ദിവസവും കൂടുതൽ ജില്ലകളിൽ യെല്ലോ, ഓറഞ്ച് മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ഉച്ചയ്ക്ക് ശേഷം മഴ കനക്കാനാണ് സാധ്യത. ഉച്ചയ്ക്ക് ശേഷം ഇടിമിന്നലും കാറ്റോടും കൂടിയ മഴയ്ക്കാണ് സാധ്യത. മലയോര മേഖലകളിൽ പ്രത്യേക ജാഗ്രത ഈ ഘട്ടങ്ങളിലും തുടരേണ്ടതുണ്ട് എന്നുള്ളത് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നുണ്ട്. സർക്കാർ സംവിധാനങ്ങളും പൊതുജനങ്ങളും ജാഗ്രത പാലിക്കണമെന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിക്കുന്നത്. പെട്ടെന്നുള്ള വെള്ളക്കെട്ടിനും വെള്ളപ്പൊക്കത്തിനും മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടലിനുമൊക്കെയുള്ള സാധ്യത മലയോര മേഖലയിൽ കൂടുതലാണെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നു. തീരവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ജാഗ്രതാ മുന്നറിയിപ്പുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് ഏർപ്പെടുത്തിയ വിലക്ക് ഈ ദിവസങ്ങളിൽ തുടരും. കാരണം ശക്തമായ കാറ്റിനും കടൽ പ്രക്ഷുബ്ധമാകാനും സാധ്യതയുണ്ട്. കടലിൽ മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. അതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത തുടരേണ്ടതുണ്ട് വരുന്ന ദിവസങ്ങളിൽ. പ്രത്യേകിച്ച് അറബിക്കടലിൽ ഒരു ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട്. അടുത്ത മണിക്കൂറുകളിൽ അത് തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കും. അതുമാത്രമല്ല, തൊട്ടടുത്ത ദിവസം അതായത് 22 ബംഗാൾ ഉൾക്കടലിലും വീണ്ടും ഒരു ന്യൂനമർദ്ദ സാധ്യത കൂടി നിലനിൽക്കുന്നുണ്ട്. അത്തരത്തിൽ ഈ ന്യൂനമർദ്ദങ്ങളുടെ സ്വാധീനം അടുത്ത ദിവസങ്ങളിലും സംസ്ഥാനത്ത് തുലാവർഷം വ്യാപകമാക്കാനും സജീവമാക്കാനും കാരണമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വിലയിരുത്തുന്നു. ശരി, അലക്സ് റാം മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.